മനുഷ്യനേക്കാൾ വിശ്വസ്തരാണ് നായകളെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അങ്ങനെ വിശ്വസ്തന്മാരെ മാത്രം വെച്ച് ഒരു സൈന്യം രൂപീകരിച്ചാലോ, അവരെ യുദ്ധത്തിന് കൊണ്ടുപോയാലോ? അത്ഭുതം തോന്നുന്നുണ്ടോ? എന്നാൽ ഇസ്രയേലുകാർക്ക് ഇതൊരു പുതിയ കഥയേ അല്ല. ഇസ്രയേലിന്റെ പ്രതിരോധ സേനയുടെ മുഖം കൂടിയാണ് ഈ ശുനകന്മാർ. രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ ഈ ശുനകസേനയുടെ പേരാണ് ഒക്കറ്റ്സ്. ഐസിസ് തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയെ വേട്ടയാടി പിടിച്ച കോനൻ എന്ന നായയെ ലോകം സ്നേഹിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ നായയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ചതോടെയാണ് കോനന് ആരാധകർ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ലോകമെമ്പാടും ആരാധനയോടെ നോക്കുന്ന ഒരു ശുനകസേനയാണ് ഇസ്രായേലിനുള്ളത്. രാജ്യത്തിനു വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ശുനകസേന. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനുഷ്യരോടൊപ്പം വീറോടെ പോരാടാൻ തയ്യാറാകുന്ന ഒരു സേന. അവർക്ക് വേണ്ട പരിശീലനം നടത്തി യുദ്ധമുഖത്തേക്ക് സജ്ജമാക്കുന്ന ഉത്തരവാദിത്തം ആർമി ഉദ്യോഗസ്ഥന്മാർക്കു തന്നെയാണ്. ലോകത്താകമാനമുള്ള പല സൈന്യങ്ങളും പോലീസുകാരും തങ്ങളുടെ ദൗത്യങ്ങൾക്ക് നായകളെ ഒപ്പം കൂട്ടാറുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശ്വാനസേന എന്ന പദവി ലഭിച്ചിരിക്കുന്നത് ഇസ്രയേലിന് തന്നെയാണ്. അതാണ് ഇസ്രയേലിന്റെ ഒക്കറ്റ്സ്. പേടിപ്പെടുത്തുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലോകത്തിലെ ഏറ്റവും കരുത്തരായ കാര്യശേഷിയുള്ള നായ് പോരാളികൾ. ഏറ്റവും കടുത്ത പരിശീലനത്തിന് ശേഷമാണ് ഈ സേനയിലേക്ക് നായകളുടെ ഹാൻഡ്ലർമാരെ നിയമിക്കുന്നത്. അതും 300 പേർ സേനയിൽ ചേരാൻ വരികയാണെങ്കിൽ തിരഞ്ഞെടുക്കുക വെറും 25 പേരെ മാത്രമായിരിക്കും. ശാരീരിക ക്ഷമതയും മാനസിക ബലവും ആവശ്യമുള്ള ജോലിയായതിനാൽ കഠിന പരിശീലനം നൽകിയാണ് അവരെ സജ്ജമാക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഇവർ ഈ രംഗത്തേക്ക് എത്തുന്നത്. വീര്യവും ശൂര്യവും ഈ ജോലിക്ക് അത്യാവശ്യമാണെന്നതിനോടൊപ്പം തന്നെ നല്ല അച്ചടക്കവും യജമാന സ്നേഹവും അനിവാര്യം തന്നെയാണ്. ഇസ്രയേൽ പ്രതിരോധത്തിന്റെ വേറിട്ട മുഖമാണ് ഒക്കറ്റ്സ് എന്ന് വേണം പറയാൻ. ഇസ്രയേലിന്റെ സമാന്തര സേനയായ ഹഗാനയുടെ ഭാഗമായി 1939 ഈ ശ്വാനസേന ഇസ്രയേൽ ആരംഭിക്കുന്നത്. 1955 ഈ സേനയെ പിരിച്ചുവിട്ടെങ്കിലും 1974 വീണ്ടും ഇത് നിലവിൽ വരികയായിരുന്നു. ഹഗാനയുടെ ഫസ്റ്റ് കമാൻഡറും മൃഗസ്നേഹിയുമായ യോസി ലബോക്കാണ് ഈ നായ പോരാളികളെ വീണ്ടും ഇസ്രയേലിന്റെ സേനയിൽ ഉൾപ്പെടുത്തുന്നത്. ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച ശ്വാനസേനയായി ഒക്കറ്റ്സ് മാറുകയായിരുന്നു. അതിവിദഗ്ധരായ 11 പേർ അടങ്ങുന്ന ഒരു സീക്രട്ട് ഏജൻസിയായി 1987 വരെ ധാരാളം ഓപ്പറേഷൻസ് നടത്തുന്നവരായിരുന്നു ഒക്കറ്റ് സേന. 1988 ശത്രുരാജ്യം ബന്ദിയാക്കി പിടിച്ച ഇസ്രയേൽ സൈനികനെ രക്ഷിക്കാൻ ലബനീസ് ബോർഡറായ കിബുട്സ് മിസ്ഗാവിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഇസ്രയേലിന്റെ ഈ ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് ലോകമറിയുന്നത്. ഇസ്രയേൽ നോട്ടമിട്ട എന്തിനും വേണ്ടി ആദ്യം എത്തുന്നത് ഇവരായിരിക്കും. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്, അതായത് IDFന് കീഴിൽ വരുന്നവരാണ് ഇവർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. 3 കാര്യങ്ങൾക്കാണ് ഇവരെ പ്രധാനമായും ഉപയോഗിച്ചത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുക എന്നതാണ്. രണ്ടാമത്തത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക എന്നത്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനമായി തീവ്രവാദം അമർച്ച ചെയ്യുക എന്ന ജോലിയാണ്. ഈ 3 ജോലികളും വളരെ വെടിപ്പായി തന്നെ ഒക്കറ്റ്സ് നടപ്പാക്കാറുമുണ്ട്. ഒരു വർഷത്തിൽ 200ഓളം സൂയിസൈഡ് ബോംബറുകളുടെ ആക്രമണങ്ങൾ തടയാൻ സാധിച്ചതിന്റെ ചരിത്രവും ഇവർക്ക് അവകാശപ്പെട്ടതാണ്. ആക്രമണം നടത്താൻ പോകുന്നതിന് മുൻപ് ഒക്കറ്റ്സിലെ ഹാൻഡ്ലർമാർ ഈ ശുനക സൈനികരെ അഴിച്ചുവിടും. ശേഷം സ്ഥലത്ത് നിലനിൽക്കുന്ന ബോംബുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ ഇല്ലായ്മ ചെയ്യുന്നത് ഇവരാണ്. ഇസ്രയേൽ മിലിറ്ററി ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒക്കറ്റ്സ് ആ സ്ഥലത്തെ സ്ഫോടക വസ്തുക്കളെല്ലാം കണ്ടെടുത്ത് നിർവീര്യമാക്കിയിരിക്കും. ഇസ്രയേൽ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ജൂഡിയ, സമാറിയ ഒക്കറ്റ്സ് യൂണിറ്റുകൾ അതിർത്തി കടന്നു വരുന്ന അനധികൃത ആയുധങ്ങൾ കണ്ടെടുക്കുകയും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നുണ്ട്. 2002 മാത്രം പ്രമാദമായ 200ഓളം സൂയിസൈഡ് ബോംബ് ആക്രമണങ്ങളാണ് ഒക്കറ്റ്സ് നിർവീര്യമാക്കി കളഞ്ഞത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ റെസ്ക്യൂ മിഷനുകൾ. മിലിറ്ററി ഓപ്പറേഷനുകളിലും അല്ലാതെയും ധാരാളം റെസ്ക്യൂ മിഷനുകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവരാണ് ഇവർ. സൈനികർക്ക് അപകടം പറ്റുന്ന രീതിയിലുള്ള റെസ്ക്യൂ ആണെങ്കിൽ നായ്ക്കൾ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. 2010 ഹെയ്ത്തിയിലെ ഭൂചലനത്തിൽ ഒക്കറ്റ്സ് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ലോകം അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ശ്വാനസേനകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നവരാണ് ഒക്കറ്റ്സ്. ഒക്കറ്റ്സിന് സമാനമായ മറ്റു രാജ്യങ്ങളിലെ ശ്വാനസേനകളിൽ നിന്നും ധാരാളം പോലീസ്, മിലിറ്ററി സേനാംഗങ്ങൾ ഒക്കറ്റ്സ് അക്കാദമിയിൽ ഉപരിപഠനം നടത്താറുണ്ട്. നായ്ക്കുഞ്ഞുങ്ങൾക്ക് 2 മാസത്തിലാണ് ട്രെയിനിങ് ആരംഭിക്കുക. പലതരം മണങ്ങൾ പഠിപ്പിക്കുന്ന പ്രാരംഭ ട്രെയിനിങ്ങിൽ നിന്ന് തുടങ്ങി 14 മാസം വരെ നീളുന്നതാണ് ഈ ട്രെയിനിങ്. ഈ ട്രെയിനിങ് കാലഘട്ടത്തെ 2ആയി തരംതിരിക്കാവുന്നതാണ്. ആദ്യത്തെ 10 മാസത്തെ വീണ്ടും 3ആയും തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 മാസം ബേസിക് ഇൻഫൻട്രി ട്രെയിനിങ്ങും അടുത്ത 4 മാസം അഡ്വാൻസ് ഇൻഫൻട്രി ട്രെയിനിങ്ങുമാണ്. പിന്നീടുള്ള 4 മാസം വിവിധ ജോലികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത നായ്ക്കളെ അതാത് ജോലികൾക്ക് സജ്ജമാക്കുകയാണ്. അതായത് തീവ്രവാദത്തിനെതിരെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ലക്ഷ്യമിട്ട് ആണെങ്കിൽ അങ്ങനെ,
സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്ന ട്രെയിനിങ് എന്നിങ്ങനെ നിരവധി ട്രെയിനിങ്ങുകളാണ് ഇവയ്ക്കുള്ളത്. ഏറ്റവും ഒടുവിലായി ജോലി എവിടെയാണോ അവിടെ വെച്ചും ട്രെയിനിങ് നടത്തും. ഇങ്ങനെ പരിശീലനം ലഭിച്ച നായകളാണ് നല്ല ശുനക സൈനികരായി രാജ്യത്തിനു വേണ്ടി ഇറങ്ങുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.